കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ച ഒരു വീഡിയോ, ഒരു ഫോട്ടോയാണ് 56 വർഷം മുമ്പ് വിമാന അപകടത്തിൽപ്പെട്ട് മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതശരീരം കണ്ടെത്തിയെന്ന വാർത്ത. അതിനെ തുടർന്ന് ചില ദിവസങ്ങൾക്ക് ശേഷം മൃതപേടകത്തിൽ തന്റെ ശരീര അവശിഷ്ടങ്ങൾ എലന്തൂരിൽ കൊണ്ടുവന്നു. വലിയ പട്ടാള അകമ്പടിയോടെ കൂടെ മൃതശരീരം സംസ്കരിച്ചു. ഒരു ജവാന് ദേശം കൊടുക്കാവുന്ന എല്ലാ ആദരവുകളും കൊടുത്താണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. 56 നീണ്ട വർഷങ്ങൾ ആ തണുത്തുറഞ്ഞ ഐസിൽ കിടന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാം വലിയ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തെ യാത്രയാക്കി. ഞാൻ ചിന്തിച്ചത്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി സ്വർഗം എന്തെല്ലാം അനുഗ്രഹങ്ങളും വരവേൽപ്പുകളുമായിരിക്കും നൽകുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു. അതെ, നമ്മളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഇത് പറയാൻ കഴിയണം. ലോകത്തിലെ ഒരു ജവാന് കൊടുക്കുന്നതിനേക്കാളും വലിയ ആദരവുകളും സ്വീകരണങ്ങളും നൽകാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് ഉയരത്തിലുണ്ട്. നിങ്ങളുടെ അധ്വാനങ്ങൾ ഒരിക്കലും വൃഥാവായി പോകത്തില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് ഓർപ്പിക്കുന്ന പോലെ നമ്മൾ കുലുങ്ങാത്തവരും നമ്മൾ കർത്താവിന്റെ പേരിൽ അത്യന്തം വർദ്ധിച്ചു വരുന്നവരും ആയിത്തീരണം. പല സമയങ്ങളിലും നമുക്ക് മറ്റുള്ളവർ പ്രോത്സാഹനം തന്നില്ല, നന്ദിവാക്കുകൾ പറഞ്ഞില്ല എന്നൊക്കെ വരാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്വീകരണമുണ്ട്, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു വരവേൽപ്പുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനോടുകൂടെ കോടി കോടി യുഗം വാഴാൻ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരാ. അപ്പോൾ നമ്മൾ പറയണം, അതെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് മാത്രമല്ല, കർത്താവിന്റെ വേലയിൽ അത്യധ്വാനം ചെയ്ത മറ്റനേകർക്കും. ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒരിക്കലും ഇല്ലാതെ പോകരുത്. അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യുമ്പോഴും ആ നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്യണം. ഞാൻ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന നിലയിൽ വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകാൻ. ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്രയെന്നോ നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യവും ഉത്തരവാദിത്തങ്ങളും നാം നിറവേറ്റിയാൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളൊരു വിളി നാം കേൾക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒന്നിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താ? നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും, ദൈവം നിങ്ങൾക്കെന്ന ദൗത്യം നിങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റണം. നിങ്ങളൊരു ഭർത്താവായിരിക്കും, ഒരു പിതാവായിരിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും അത് തെറ്റാണ്, വീഴ്ചയാണ്. അതിനകത്ത് വീഴ്ച വരരുത്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. വിശ്വസ്തദാസനെ എന്നുള്ള വിളി അങ്ങനെയാണ് കേൾക്കുന്നത്, മറ്റാർക്കു വേണ്ടിയല്ല. കർത്താവിന് എന്നവണ്ണം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളും ശുശ്രൂഷകളും ചെയ്യാൻ പൂർണ്ണ മനസ്സോട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമാണ് നമുക്ക് ദൗത്യം തരുന്നത്, ദൈവമാണ് ഉത്തരവാദിത്വം. ചിലർക്ക് 2 താലന്താ, ചിലർക്ക് 5 കൊടുക്കും, ചിലർക്ക് 1 കാണത്തുള്ളൂ. ലഭിക്കുന്നത് ഏറ്റവും നല്ലെന്നായി വ്യാപാരം ചെയ്യാം. എങ്കിൽ മാത്രമേ ആ വിളിക്ക് നാം യോഗ്യരാകത്തുള്ളൂ. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച താലന്ത് എന്താണ്? ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? അത് നിറപടിയായിട്ട് നിവർത്തി. ഒരു അധ്യാപകനാണോ നിങ്ങൾ? വിശ്വസ്തയോടെ ചെയ്യുക. ശുശ്രൂഷകനാണോ? വിശ്വസ്തയോടെ ചെയ്യും. ദൈവം നിങ്ങൾ ഏൽപ്പിച്ച ദൗത്യം നിറപടിയായി നിവർത്തിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആദരവും മനുഷ്യന്റെ കയ്യടി നിങ്ങൾ നോക്കണ്ട. ദൈവം നിങ്ങളെ വിളിച്ചേൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിറവേറ്റ്, ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. സ്വർഗ്ഗദൂതന്മാർ ഒരുമിച്ച് സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.